വെൽക്കം ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിങ്ങിൽ നമ്മൾ പഠിച്ചത് കമ്പ്യൂട്ടേഴ്സിൻ്റെ ആദ്യകാല കാൽക്കുലേറ്റിംഗ് ഡിവൈസുകളുടെ ഒരു ഹിസ്റ്ററി ആയിരുന്നു അല്ലേ. പഴയകാല കാൽക്കുലേറ്റിംഗ് ഡിവൈസുകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പഠിച്ചത്. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിൻ്റെ ഉത്ഭവം വരെയുള്ള ഹിസ്റ്ററിയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ടുള്ള കമ്പ്യൂട്ടർ ഹിസ്റ്ററിയെക്കുറിച്ച്, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് വരെയുള്ള കമ്പ്യൂട്ടറുകളുടെ ഒരു ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അതായത് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയും. അതിനുശേഷം ഇങ്ങോട്ടുള്ള കമ്പ്യൂട്ടറുകളുടെ വികാസത്തെ പല ജനറേഷനുകളായി, പല തലമുറകളായി പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് നോക്കാം. എന്താണ് കമ്പ്യൂട്ടർ ജനറേഷൻ എന്ന് പറയുന്നത്? കമ്പ്യൂട്ടറുകളുടെ തലമുറകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഒന്ന് നോക്കാം. It is distinguished into 5 generations of computers, from the first programmable computer to the one based on artificial intelligence. അതായത് നമ്മൾ ഇന്ന് കാണുന്ന പുതുതലമുറ കമ്പ്യൂട്ടറുകളും, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇനി വരാൻ പോകുന്ന കമ്പ്യൂട്ടറുകൾ വരെയുള്ള കമ്പ്യൂട്ടറുകളുടെ വികാസത്തെ, ആദ്യത്തെ പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടറുകൾ മുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇനിയുള്ള കമ്പ്യൂട്ടറുകൾ വരെയുള്ള കമ്പ്യൂട്ടർ വികാസത്തെ 5 തലമുറകളായി തിരിച്ചിട്ടുണ്ട്. 5 generations of computers. Each generation of computers is characterized by a major technological development that fundamentally changed the way computers operate, resulting smaller, cheaper, more powerful, more efficient and reliable computing devices. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല തലമുറകളായി, പല ജനറേഷനുകളായി കമ്പ്യൂട്ടറുകളെ തിരിച്ചിരിക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? അവ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, ടെക്നോളജിക്കലി അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അതായത് ഓരോ കമ്പ്യൂട്ടറുകളിലും ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയുടെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവ ചെറുതായിക്കൊണ്ടിരിക്കുന്നത്, അതായത് ഓരോ തലമുറ കഴിയുന്തോറും അവ ചെറുതായി വരുന്നു. ചീപ്പർ, അതിൻ്റെ കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പവർഫുൾ, കൂടുതൽ പവർഫുള്ളായി മാറുന്നു. ആൻഡ് എഫിഷ്യൻറ്റ്, വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് വരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ജനറേഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ജനറേഷനിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലും അവയുടെ ടെക്നോളജി തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അവ ഓപ്പറേറ്റ് ചെയ്യുന്ന ടെക്നോളജിയിൽ വ്യത്യാസം ഉണ്ടാവും. ഓരോ തലമുറ കഴിയും തോറും ഇതെന്ത് ചെയ്യും? സ്മോളർ ആയിക്കൊണ്ടിരിക്കും. ചീപ്പർ, പവർഫുൾ, എഫിഷ്യൻറ്റ്. അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കമ്പ്യൂട്ടറുകളെ ജനറേഷനുകളായി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാമബിൾ ഡിവൈസ് മുതൽ ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ, അതായത് കൃത്രിമമായ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകൾ വരെയുള്ള ആ കമ്പ്യൂട്ടറുകളുടെ വികാസത്തെ, കമ്പ്യൂട്ടർ ഡെവലപ്മെൻറ്റിനെയാണ് 5 ജനറേഷനുകളായി നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പറയുന്നത്. അപ്പം നമുക്കിനി ഈ ഓരോ ജനറേഷനുകളും എന്താണ് എന്നും അവയിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏതൊക്കെ ടെക്നോളജിയാണ്, എങ്ങനെയൊക്കെയാണ് അവ വന്നത്, അത്തരത്തിലുള്ള കമ്പ്യൂട്ടറുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്കിനി ഡീപ്പായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചാണ് ആദ്യമായിട്ട് നോക്കേണ്ടത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത് 1940 മുതൽ 1956 വരെ ഉണ്ടായ ഒരു കമ്പ്യൂട്ടർ ഡെവലപ്മെൻറ്റിനെയാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 1940 to 1956 വരെയുള്ള കമ്പ്യൂട്ടേഴ്സ്. The first generation computers were
built using vacuum tubes. ഒന്നാമത്തെ ജനറേഷനിലുള്ള കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയുന്നത് വാക്വം ട്യൂബുകൾ എന്ന് പറയുന്ന ഡിവൈസുകളായിരുന്നു. ദിസ് ജനറേഷൻ ഇംപ്ലിമെൻറ്റഡ് ദ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ്. ഈ ജനറേഷനിലാണ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താ ഈ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്നുള്ള കാര്യം കണ്ടുപിടിച്ചത് ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള ഡിവൈസുകളെല്ലാം തന്നെ മെക്കാനിക്കലിയോ ഇലക്ട്രോ മെക്കാനിക്കലിയോ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പ്യൂട്ടറുകളായിരുന്നു അല്ലേ. അപ്പോൾ അതിനുശേഷം ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ആയപ്പോൾ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിച്ചു. അപ്പോൾ വാക്വം ട്യൂബുകൾ എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളായിരുന്നു ഇവയുടെ ബേസിക് ആയിട്ടുള്ള കമ്പോണൻറ്റുകൾ എന്ന് പറയുന്നത്. വാക്വം ട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് കറണ്ട് കൺട്രോളിംഗ് സർക്യൂട്ടാണ്. ഒരു സീൽഡ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത്, അടച്ചു മൂട്ടിയ ഒരു ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് ഒരു വാക്വം സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന വാക്വത്തെയാണ് ഈ വാക്വം ട്യൂബ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഡിവൈസ് ആയിരുന്നു അത്. അപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചെറിയ ഗ്ലാസ് വെച്ചുണ്ടാക്കിയ ഒരു ചെറിയ ഇലക്ട്രോണിക് കമ്പോണൻറ്റ്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കമ്പോണൻറ്റ് എന്ന് പറയുന്നത്, വാക്വം ട്യൂബുകൾ. അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു പഞ്ച്ഡ് കാർഡുകൾ എന്നല്ലേ. പഞ്ച്ഡ് കാർഡുകൾ വെച്ചിട്ടായിരുന്നു ഇൻപുട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഔട്ട്പുട്ട് പ്രിൻ്റ് ഔട്ടുകളിൽ ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് കിട്ടുമായിരുന്നു. പേപ്പർ ടേപ്പുകളിലൊക്കെ ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടും കിട്ടുമായിരുന്നു. ഇതാണ് ഒന്നാമത്തെ ജനറേഷൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ വാക്വം ട്യൂബുകളാണ് യൂസ് ചെയ്തിരുന്നത്. വാക്വം ട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് കൺട്രോളിംഗ് സർക്യൂട്ടാണ്. അതായത് ഒരു സീൽഡ് ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് വാക്വം, ഇതാണ് വാക്വം ട്യൂബുകൾ എന്ന് പറയുന്നത്. ഈ വാക്വം ട്യൂബുകൾ പ്രവർത്തിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുമായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി സമയം കഴിഞ്ഞിട്ടേ അതെന്തായി ഇത് വരത്തുള്ളൂ, ഓണായി വരത്തുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഈ വാക്വം ട്യൂബുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്പ്യൂട്ടറുകൾ, ഒന്നാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത് ടു ബൾക്കി ഇൻ സൈസ് required a large room for insulation and used to emit large amount of heat. അപ്പോൾ ഒന്നാമത്തെ തലമുറ കമ്പ്യൂട്ടറുകൾക്ക് പല വിധത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അവ? ടു ബൾക്കി ഇൻ സൈസ്, വളരെ വലിയ സൈസായിരുന്നു. വളരെ വലിയ സൈസാണെന്ന് പറഞ്ഞാൽ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളൊക്കെ ഒരു വലിയ റൂമിനകത്തൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് അതിൻ്റെ ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളൊക്കെ തന്നെ ഒരു വലിയൊരു റൂമിനകത്ത് ഇങ്ങനെ നിറഞ്ഞിരിക്കത്തക്ക വിധത്തിലുള്ള സാധനങ്ങളായിരുന്നു. അതായത് ധാരാളം തരത്തിലുള്ള വാക്വം ട്യൂബുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ കമ്പ്യൂട്ടറായിരുന്നു. ഒരു റൂം ഇങ്ങനെ നിറഞ്ഞിരിക്കും. അതേപോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു വർക്ക് ചെയ്യുമ്പോഴത്തേക്ക്. കാരണം ഈ വാക്വം ട്യൂബുകളൊക്കെ വർക്ക് ചെയ്ത് അത് ചൂട് പിടിച്ച് അതിൽ നിന്ന് ഇങ്ങനെ ധാരാളം ചൂട് പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷണറുകൾ മസ്റ്റായിരുന്നു. ഈ കമ്പ്യൂട്ടറുകൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ധാരാളം ചൂട് ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ മസ്റ്റായിട്ടും എയർ കണ്ടീഷനുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവ പ്രവർത്തിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആദ്യത്തെ തലമുറ കമ്പ്യൂട്ടറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലംസ്. വളരെ വലിയ സൈസായിരുന്നു, അതുകൊണ്ട് വലിയ റൂം വേണമായിരുന്നു ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ധാരാളം ചൂടിങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷണറുകൾ മസ്റ്റായിട്ട് വേണമായിരുന്നു. ഇനി ഇത്തരത്തിലുള്ള ഒരു 3 കമ്പ്യൂട്ടറിൻ്റെ പേര് നമ്മൾ പഠിക്കണം. അതിലൊന്നാമത്തെ കമ്പ്യൂട്ടറാണ് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ, ഇനാക് എന്ന് പറയും. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ, ഇനാക്. രണ്ടാമത്തത്
ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ EDVAC. ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ EDVAC. മൂന്നാമത്തത് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന UNIVAC. അപ്പം INAC, EDVAC, UNIVAC ഇവയൊക്കെ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളിൽപ്പെട്ട കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളിൽ വാക്വം ട്യൂബുകളായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വാക്വം ട്യൂബുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ വളരെ വലിയ സൈസായിരുന്നു. അത് വലിയ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷണറുകൾ വേണമായിരുന്നു. INAC, EDVAC, UNIVAC ഇവ മൂന്നുമാണ് ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ കാലത്താണ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന ഐഡിയ കൊണ്ടുവന്നത്. അപ്പോൾ ഈ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് വരാനുള്ള കാര്യം വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ആർക്കിടെക്ചർ കൊണ്ടുവന്നതിന് ശേഷമാണ്. അപ്പോൾ എന്താണ് ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. ദ മാത്തമാറ്റീഷ്യൻ ജോൺ വോൺ ന്യൂമാൻ കൺസീവ്ഡ് എ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ where forms the core of nearly every computer system used today. അതായത് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള കമ്പ്യൂട്ടറുകളെല്ലാം ഉപയോഗിക്കുന്ന ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ അക്കാലത്ത് ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ കൺസീവ് ചെയ്തു. ആ ആർക്കിടെക്ചറിന് പ്രകാരം നമ്മുടെ കമ്പ്യൂട്ടറുകൾ ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉള്ളതാണ്. ആ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കണ്ടെയ്ൻസ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും, ഒരു ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ് ആൻഡ് മെമ്മറി ഫോർ സ്റ്റോറിങ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളുടെ കാലത്താണ് ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ ഒരു പുതിയ ആർക്കിടെക്ചർ കൊണ്ടുവന്നു. ആ ആർക്കിടെക്ചറിന് പ്രകാരം, ആ മോഡലിന് പ്രകാരം കമ്പ്യൂട്ടറുകൾക്കൊരു CPU ഉണ്ട്. ആ CPUവിനകത്ത് ഒരു ALU ഉണ്ടാകും, ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടാകും, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ടാകും, മെമ്മറി ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെമ്മറി യൂണിറ്റും ഉണ്ടാവും. അപ്പോൾ ഈ മോഡല് വന്നതിന് ശേഷമാണ്, അപ്പോൾ അതിനകത്തൊരു മെമ്മറി യൂണിറ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ആ മെമ്മറി യൂണിറ്റിനകത്ത് ഡേറ്റാസും ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്ത് വച്ചുകൊണ്ട് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോർഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിൻ്റെ ബേസിൽ കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്നുള്ളത് കണ്ടുപിടിച്ചത് ഈ ജോൺ വോൺ ന്യൂമാൻ്റെ ആർക്കിടെക്ചറിന് ശേഷമാണ്. ഈ കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ജോൺ വോൺ ന്യൂമാൻ്റെ ആർക്കിടെക്ചറിന് ശേഷമാണ് ഈ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്നുള്ള ഐഡിയ മുന്നോട്ട് വന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് നോക്കാം. 1956 മുതൽ 63 വരെയുള്ള കമ്പ്യൂട്ടറുകളെയാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിയിരുത്തി. ഇൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വാക്വം ട്യൂബ്സ് ആർ റീപ്ലേസ്ഡ് ബൈ ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകളുടെ ടെക്നോളജിയിലുണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത് എന്താ? വാക്വം ട്യൂബുകളെ എന്തുപയോഗിച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്തു? ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്തു. അതായത് നമുക്ക് ആദ്യ തലമുറയിൽ ഉപയോഗിച്ചിരുന്ന വാക്വം ട്യൂബുകളെ ട്രാൻസിസ്റ്ററുകൾ എന്ന് പറയുന്ന ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്തു. ബെൽ ലബോറട്ടറി എന്ന് പറയുന്ന ശാസ്ത്ര ഗവേഷണശാലയിലാണ് ജോൺ ബാർഡിൻ, വാൾട്ടർ ബ്രാറ്റൻ, വില്യം ഷോക്ലി എന്നിവർ ചേർന്ന് ഈ ട്രാൻസിസ്റ്റർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററുകളുടെ ഡെവലപ്മെൻറ്റിന് ശേഷം ഈ ട്രാൻസിസ്റ്ററുകളെ വാക്വം ട്യൂബിന് പകരം ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററുകൾ വരുമ്പോൾ എന്താണ് കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ വന്ന മാറ്റമെന്ന് പറയുന്നത്? കമ്പ്യൂട്ടറുകൾ കുറച്ചുകൂടെ ചെറുതായി. വാക്വം ട്യൂബുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വലിയ റൂമുകൾക്കകത്ത് ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറുകൾ കുറച്ചുകൂടെ ചെറുതാവാൻ തുടങ്ങി ട്രാൻസിസ്റ്ററുകൾ വന്നപ്പോൾ.
പവർഫുള്ളായി, ഫാസ്റ്ററുമായി. അതായത് നമ്മുടെ കമ്പ്യൂട്ടറുകൾ കുറച്ചുകൂടെ പവർഫുള്ളായി, അതേപോലെ തന്നെ അവയുടെ സ്പീഡ്, അവയുടെ പെർഫോമൻസ് കൂടി. ഇനി എക്സ്പെൻസും കുറവായി. നേരത്തെ ഉണ്ടായിരുന്ന അത്രയും കോസ്റ്റ് ഇപ്പോൾ ആവത്തില്ലായിരുന്നു. ഇനി അവ കുറച്ച് കറണ്ട് മാത്രമേ കൺസ്യൂം ചെയ്യത്തുള്ളായിരുന്നു. ഇലക്ട്രിസിറ്റി കൺസ്യൂമിങ്ങിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു. അതേപോലെ തന്നെ മാനുഫാക്ചറിങ് കോസ്റ്റും വളരെയധികം കുറഞ്ഞു. ഇതായിരുന്നു സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ പ്രത്യേകത. അപ്പോൾ വാക്യൂം ട്യൂബുകൾ മാറി ട്രാൻസിസ്റ്ററുകൾ വന്നപ്പോൾ കമ്പ്യൂട്ടറുകൾ വളരെ പെർഫോമൻസ് ഉള്ള, ചെറിയ, മാനുഫാക്ചറിങ് കോസ്റ്റ് കുറഞ്ഞ, കുറച്ച് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്ന, കുറച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകളായി മാറി. ഇതായിരുന്നു സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രത്യേകത. ഇനി സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ വേറൊരു പ്രത്യേകതയായിരുന്നു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഡെവലപ്പ് ചെയ്തെടുത്തു എന്നുള്ളത്. അപ്പോൾ ഈ ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ മറ്റതെല്ലാം വർക്ക് ചെയ്തിരുന്നത് ബൈനറി ലാംഗ്വേജുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അതായത് കോഡുകളായിരുന്നു എല്ലാം. അതിൽ നിന്നും മാറി നമ്മൾ ഇംഗ്ലീഷ് പോലെയൊക്കെ കാണുന്ന, നമ്മളിപ്പോൾ സാധാരണ നിങ്ങൾ ബേസിക് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ പിന്നെന്താ പഠിച്ചിട്ടുള്ളത്, പൈത്തൺ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലാംഗ്വേജുകളിലൊക്കെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റുകൾ പോലെയല്ലേ ഇരിക്കുന്നത്. അത്തരത്തിലുള്ള നമുക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള ഇൻസ്ട്രക്ഷനുകളുള്ള ഫോർട്രാൻ, കോബോൾ എന്നൊക്കെ പറയുന്ന ലാംഗ്വേജുകളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഈ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ ഒരു പ്രത്യേകതയായിരുന്നു. ഇനി മാഗ്നറ്റിക് ഡിസ്ക് മെമ്മറികളും മാഗ്നറ്റിക് ടേപ്പുകളോ ഒക്കെ, അതായത് കോർ മെമ്മറികൾ, മാഗ്നറ്റിക് കോറോ മാഗ്നറ്റിക് ഡിസ്ക് മെമ്മറി എന്നൊക്കെ പറഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന മെമ്മറികൾ. നമ്മൾ പണ്ട് കാലത്ത് കാണുന്ന ടേപ്പുകളൊക്കെ ഇല്ലേ, കാസറ്റ് ടേപ്പുകളൊക്കെ, അത്തരത്തിലുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന മെമ്മറികളായിരുന്നു ഈ രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. IBM 1401, IBM 1620 തുടങ്ങിയ കമ്പ്യൂട്ടറുകളൊക്കെ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറുകൾക്ക് ഈ തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറുകളായിരുന്നു. IBM എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്ന് പറയുന്ന കമ്പനി. അവർ ഇറക്കിയ 1401, 1620 ഈ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ കാലഘട്ടത്തിലുള്ള കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണങ്ങളായിരുന്നു. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് 1964 മുതൽ 1971 വരെയൊക്കെയുള്ള കമ്പ്യൂട്ടറുകളെയാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ദിസ് ആർ സ്മോളർ ഇൻ സൈസ് ഡ്യൂ ടു ദ യൂസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. Integrated circuits contained miniaturized transistors were developed by Jack Kilby. Core memory was replaced by faster solid-state memories with large capacity. അപ്പോൾ എന്താ ഈ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ സെക്കൻഡ് ജനറേഷനുകളിൽ ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ട്രാൻസിസ്റ്ററുകളുടെ ഒരു മിനിയേച്ചറൈസ്ഡ് ഫോം, അതായത് ട്രാൻസിസ്റ്ററുകളുടെ വളരെ ചെറുതാക്കി ഒരു ചെറിയ ചിപ്പ് പോലെ ഒരു സിലിക്കൺ ചിപ്പിനകത്ത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും എന്ന് ജാക്ക് കിൽബി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ വളരെ മിനിയേച്ചറൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസിസ്റ്ററുകളെല്ലാം ഒരു ചെറിയ ചിപ്പിനകത്ത് മാറ്റാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലൊക്കെ ചെറിയ കറുത്ത കളറിലുള്ള ചിപ്പുകൾ. ആ ചിപ്പുകളെയാണ് IC ചിപ്പുകൾ എന്ന് പറയുന്നത്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ. അതായത് ധാരാളം ഇലക്ട്രോണിക് കമ്പണൻറ്റുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു ചെറിയ സ്ഥലത്ത് വച്ചിരിക്കുന്നു, അതാണ് IC. അപ്പോൾ ആ ഇൻ്റഗ്രേറ്റഡ് ചിപ്പുകളുടെ കണ്ടുപിടുത്തത്തോടുകൂടി നമ്മുടെ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ വളരെ ചെറുതായി സൈസിൽ. കാരണം ഇത്രയും കമ്പണൻറ്റുകൾക്ക് പകരം ഈ ചെറിയ ചിപ്പ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ സൈസ് വളരെയധികം റെഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളാണ് ഇവയുടെ ബേസിക് കമ്പണൻറ്റുകൾ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന
മാഗ്നറ്റിക് മെമ്മറി, കോർ മെമ്മറിയൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് പകരം സോളിഡ് സ്റ്റേറ്റ് മെമ്മറീസ് വന്നു. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് എന്താണെന്നൊക്കെ പിന്നെ നിങ്ങൾ പഠിക്കും. അപ്പോൾ ആ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മെമ്മറി വിത്ത് ലാർജ് കപ്പാസിറ്റി. അപ്പം മെമ്മറിയുടെ അളവ് വളരെയധികം കൂട്ടാൻ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് കഴിയും. ദിസ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഹാഡ് ബെറ്റർ പ്രോസസ്സിംഗ് സ്പീഡ്, കൺസ്യൂംഡ് ലെസ് പവർ ആൻഡ് വാസ് ലെസ് കോസ്റ്റ്ലി. ഈ മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ സ്പീഡ് വളരെ കൂടുതലായിരുന്നു, പവർ കൺസ്യൂം ചെയ്യുന്നത് വളരെ കുറവായിരുന്നു, അതേപോലെ കോസ്റ്റും കുറവായിരുന്നു. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഇംപ്രൂവ്ഡ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ആൻഡ് ന്യൂ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ലൈക്ക് കീബോർഡ്, മോണിറ്റർ വെയർ ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളുടെ കണ്ടുപിടുത്തം കമ്പ്യൂട്ടറുകളുടെ ബേസിക് കമ്പോണൻറ്റുകളെ മാത്രമല്ല മാറ്റിയത്, പിന്നെയോ മെമ്മറി ഡിവൈസസിനെയും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെയും ഒക്കെ പുതിയ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ IC ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞു, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിനെ ഉപയോഗിക്കുന്നത് കൊണ്ട് കഴിഞ്ഞു. അങ്ങനെ പുതിയ 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 ഡിവൈസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ മൂന്നാം തലമുറ കമ്പ്യൂട്ടറിൻ്റെ കാലത്താണ്. ഇനി ബേസിക് പോലുള്ള ഹൈ ലെവൽ ലാംഗ്വേജുകൾ പ്രോഗ്രാമിംഗ് വളരെ എളുപ്പത്തിലാക്കി. ഈ കാലഘട്ടത്തിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും കുറേയധികം മെച്ചപ്പെട്ടു. IBMൻ്റെ 360, IBM 370 തുടങ്ങിയവയൊക്കെ ഇത്തരത്തിലുള്ള മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നാലാം തലമുറ കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത് 1971 മുതലുള്ള കമ്പ്യൂട്ടറുകളെയാണ് നാലാം തലമുറ കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത്. The computers that we use today belong to this generation. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ ഏത് തലമുറയിലുള്ള കമ്പ്യൂട്ടറുകളാണെന്ന് പറയാം? 4th ജനറേഷൻ കമ്പ്യൂട്ടറുകളാണെന്ന് പറയാം. 4th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ ബേസിക് കമ്പോണൻ്റ് എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സറുകൾ എന്ന് പറയുന്ന ഡിവൈസുകളാണ്. മൈക്രോ പ്രോസസ്സറുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡിവൈസുകളെ നമ്മൾ വിളിക്കുന്നത് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്നാണ്. അപ്പോൾ എന്താണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞില്ലേ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളുടെ ഒരു ഇൻവെൻഷനോടുകൂടിയാണ് കമ്പ്യൂട്ടറിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് മൂന്നാം തലമുറയിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷം ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനും വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനും ഒക്കെ വന്നു. അതായത് ധാരാളം തരത്തിലുള്ള ട്രാൻസിസ്റ്ററുകളെയും കപ്പാസിറ്ററുകളുടെയും റെസിസ്റ്ററുകളെയും ഒക്കെ ഒരു സിംഗിൾ ചിപ്പിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിച്ചു. അതിനെയാണ് നമ്മൾ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അനേകം കപ്പാസിറ്ററുകളും ട്രാൻസിസ്റ്ററുകളും റെസിസ്റ്ററുകളും ഒന്നും ഇപ്പോൾ വേണ്ട, അതിന് പകരം ഒരു ചെറിയ ചിപ്പ് മതി. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ CPU ഒന്നാകെ ഒരു ചെറിയ ചിപ്പിനകത്തേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിച്ചു. ആ ചെറിയ ചിപ്പിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ പ്രോസസ്സർ. ആ മൈക്രോ പ്രോസസ്സർ ആയിരുന്നു നാലാം തലമുറ കമ്പ്യൂട്ടറുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4th ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സൈസിലുള്ള കമ്പ്യൂട്ടറുകളാണ് അല്ലേ, നമ്മളിപ്പോൾ കാണുന്ന തരത്തിലുള്ള കമ്പ്യൂട്ടറുകൾ. വളരെ വലിയ സ്പീഡും വളരെ പെട്ടെന്ന് മെമ്മറിയൊക്കെ ആക്സസ് ചെയ്യാൻ കഴിയുന്ന കമ്പ്യൂട്ടറുകളായിരുന്നു നാലാം തലമുറ കമ്പ്യൂട്ടറുകളിൽ വരുന്നത്. അപ്പം നാലാം തലമുറ കമ്പ്യൂട്ടറുകളുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു? അവ ഉപയോഗിച്ചിരുന്നത് മൈക്രോ പ്രോസസ്സറുകളായിരുന്നു. മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ CPU മുഴുവൻ ഒരു ചെറിയ ചിപ്പിനകത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ കമ്പ്യൂട്ടറുകൾ ഇന്ന് കാണുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ മാറ്റത്തിന് ഉണ്ടായത്. പിന്നീട് ഇങ്ങോട്ട് ഓരോരോ കമ്പ്യൂട്ടറുകൾ ഓരോ തരത്തിലുള്ള മൈക്രോ പ്രോസസ്സറുകൾ അതിനനുസരിച്ച് സ്പീഡ് കൂടി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് എത്തിപ്പെട്ടു. ഇനി എന്താണ് 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്? ഫ്യൂച്ചറിലേക്കുള്ള കമ്പ്യൂട്ടർ ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ 5th ജനറേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രധാനമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കമ്പ്യൂട്ടറുകൾ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കൃത്രിമമായ ബുദ്ധി. അതായത് ഹ്യൂമൻ ഇൻ്റലിജൻസിനെ സിമുലേറ്റ് ചെയ്യാനുള്ള കമ്പ്യൂട്ടറിൻ്റെ കഴിവിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. മനുഷ്യൻ ഒരു കാര്യം, ഇപ്പം നമ്മളൊരു കാര്യം ആലോചിച്ചൊക്കെ ചെയ്യത്തില്ലേ, അതേപോലെ
കമ്പ്യൂട്ടറിനെ കൊണ്ടത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. മനുഷ്യൻ്റെ ഒരു ഇൻ്റലിജൻസിനെ കമ്പ്യൂട്ടറിനെ കൊണ്ട് സിമുലേറ്റ് ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇനി വരാൻ പോകുന്ന കമ്പ്യൂട്ടർ, അതിൽ തന്നെ നമ്മൾ കുറേ ഡെവലപ്മെൻറ്റുകളിലൊക്കെ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അതായത് ഇപ്പോൾ സ്പീച്ച് റെക്കഗ്നിഷൻ, നമ്മുടെ സംസാരം കമ്പ്യൂട്ടറിന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഇത്. പിന്നെ ഫേസ് റെക്കഗ്നിഷൻ, റോബോട്ടിക് വിഷൻ, നമ്മുടെ മൂവ്മെൻറ്റുകളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക. അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകളിലൂടെ ഇനി വരാൻ പോകുന്ന തലമുറയാണ് 5th ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച തലമുറ കമ്പ്യൂട്ടറുകളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് ഓടിച്ച് നോക്കിയാൽ, 1ാം തലമുറ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി വാക്വം ട്യൂബുകളായിരുന്നു. 2ാം തലമുറയിലായപ്പോഴോ അത് ട്രാൻസിസ്റ്ററായി. 3ാം തലമുറയിലായപ്പോൾ അത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടായി. 4ാം തലമുറയിൽ മൈക്രോ പ്രോസസ്സറായി. ഇനി 5ാം തലമുറ കമ്പ്യൂട്ടറുകളുടെ ഒരു ടെക്നോളജി ബേസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കാണുന്ന വിൻഡോസൊക്കെ പോലുള്ള സാധനങ്ങൾ, അതായത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയ ഒരു, അതായത് എന്തിലാണോ ഏത് പ്ലാറ്റ്ഫോമിലാണോ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന ആ ഓപ്പറേഷൻസിൻ്റെ ഒരു സെറ്റ്, അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് 1st ജനറേഷനിലും 2nd ജനറേഷനിലും ഇല്ലായിരുന്നു. 3rd ജനറേഷൻ മുതൽ ഇങ്ങോട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ തലമുറ കമ്പ്യൂട്ടറുകളിൽ എന്ത് ലാംഗ്വേജ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജാണ്. 2ാം തലമുറയിൽ അത് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിലേക്ക് മാറി. പിന്നീട് ഇങ്ങോട്ടാണ് ഹൈ ലെവൽ ലാംഗ്വേജുകളിലേക്ക് പോയത്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ലാംഗ്വേജ് പഠിക്കുമ്പോഴത്തേക്ക് പറയും. പിന്നെ അതിൻ്റെ ഒരു ഇയർ ഓഫ് പീരീഡ്, 1940 മുതൽ 56 വരെ 1st ജനറേഷൻ, 56 മുതൽ 63 വരെ 2nd ജനറേഷൻ, 64 മുതൽ 71 വരെ ഉള്ളതിനെ 3rd ജനറേഷൻ എന്ന് പറയും. 71 മുതൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം 4th ജനറേഷൻ. അതിനുശേഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഇനി വരാൻ പോകുന്നത്, ഇപ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിട്ടുണ്ട്, അതും ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതുമായിട്ടുള്ളവയെ നമ്മൾ 5th ജനറേഷൻ എന്ന് പറയും. നമ്മൾ ഈ വീഡിയോയിലൂടെ കാൽക്കുലേറ്റിംഗ് ഡിവൈസുകളുടെ ഒരു ഹിസ്റ്ററി കഴിഞ്ഞതിന് ശേഷം പിന്നീടുണ്ടായ കമ്പ്യൂട്ടർ വികാസത്തെക്കുറിച്ച്, അവ എന്തിനെ ബേസ് ചെയ്താണ്, എങ്ങനെയൊക്കെയാണ് അവ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെക്കുറിച്ചും കുറച്ച് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറുകളെക്കുറിച്ചും കൂടെ നമ്മൾ അറിയണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.